പഠന ഭാഗത്തിലെ ഒന്നാം ചോദ്യം. കർത്താവ് ദാവീദിന് രാജത്വവും ഇസ്രായേലിൽ മഹത്വത്തിന്റെ സിംഹാസനവും എന്തുവഴിയാണ് നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഉടമ്പടി വഴി. ക്വസ്റ്റ്യൻ നമ്പർ 2. കല്ലറയിങ്കൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം ഡാഷും മറ്റെല്ലാവരെയും അറിയിച്ചു. ലൂക്ക 24 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 11 പേരെയും. ക്വസ്റ്റ്യൻ നമ്പർ 3. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ഡാഷ് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്നെന്നെ അനുഗമിക്കുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദരിദ്രർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോൾ ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന ഡാഷ് ചെന്ന് താമസിച്ചു. ഒരു നീച്ച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സ്ഥലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 5. സത്കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. എത്ര സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 1000. ക്വസ്റ്റ്യൻ നമ്പർ 6. കർത്താവിന് മുൻപിൽ സമ്മേളിക്കാത്ത ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കി. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗോത്രം. ക്വസ്റ്റ്യൻ നമ്പർ 7. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രിയവിക്രയങ്ങളിൽ ഡാഷ് സൂക്ഷിക്കണം. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രേഖ. ക്വസ്റ്റ്യൻ നമ്പർ 8. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ എവിടെ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 9. ആ തിമ്നാക്കാരന്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ ഡാഷ് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത്. ന്യായാധിപന്മാർ 15 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൂട്ടുകാരന്. ക്വസ്റ്റ്യൻ നമ്പർ 10. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്തുയർത്തും? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, തല. ക്വസ്റ്റ്യൻ നമ്പർ 11. ഒലിവമലയ്ക്കരികെയുള്ള ബേത്ഫഗെ, ബദാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ എത്ര ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 12. നമ്മുടെ ഡാഷ് നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവായ ദൈവത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 13. ദൈവഭയം ഇല്ലാത്തവൻ ശാപത്തിൽ നിന്ന് എന്തിലേക്കാണ് പോകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നാശത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 14. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു. അവർ എന്ത് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു? ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാല്. ക്വസ്റ്റ്യൻ നമ്പർ 15. ന്യായാധിപന്റെയോ വിധിയാളന്റെയോ മുമ്പിൽ എന്ത് ചെയ്യുക? പ്രഭാഷകൻ 41 അധ്യായം 18 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം
ഓപ്ഷൻ ഡി തെറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 16. പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ തിരിയരുത്. ക്വസ്റ്റ്യൻ നമ്പർ 17. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഡാഷ് മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. പ്രഭാഷകൻ 45 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇരുണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 18. അക്കാലത്ത് എവിടെ രാജാവില്ലായിരുന്നു? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 19. അവിടെ ഡാഷ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സക്കേവൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 20. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ആരെ സ്തുതിക്കാൻ തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 21. അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ ഡാഷ് അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 22. ദാൻ എന്ന സ്ഥലത്തിന്റെ ആദ്യത്തെ പേര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലൈഷ്. ക്വസ്റ്റ്യൻ നമ്പർ 23. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി എന്തിന് തീറ്റ കൊടുത്തു? അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കഴുതകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 24. എത്ര ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടാഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 3. ക്വസ്റ്റ്യൻ നമ്പർ 25. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് ഡാഷ് തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 26. വസ്ത്രത്തിൽ നിന്ന് എന്തെന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കീടങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 27. യഫുന്നയുടെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കാലബ്. ക്വസ്റ്റ്യൻ നമ്പർ 28. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുക? പ്രഭാഷകൻ 41 അധ്യായം 18 വാക്യത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി അനീതി. ക്വസ്റ്റ്യൻ നമ്പർ 29. ഷിമയോൻ സഹോദരങ്ങളുടെ മധ്യേ ലെബനോനിലെ എന്തുപോലെ ശോഭിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഇളം ദേവദാരു പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 30. ഞാനിപ്പോൾ ഡാഷ് പ്രവർത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി
കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 31. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അരിമത്യായിൽ നിന്നുള്ള ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 32. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഏത് യുവതിയെ കണ്ടു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 33. നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ എന്ത് ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുസരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 34. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 35. അവനെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജോസഫ്. ക്വസ്റ്റ്യൻ നമ്പർ 36. വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു. അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 19 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കഴിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 37. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഡാഷ് അപരാധരെ കുറ്റവിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 38. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് ഡാഷ് ഉണ്ടാകും. അനന്തരം വന്നെന്നെ അനുഗമിക്കുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിക്ഷേപം. ക്വസ്റ്റ്യൻ നമ്പർ 39. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ഡാഷ് ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മാനിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 40. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്താണ് വരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 41. ജഫ്ത എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 6 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 42. തങ്ങളുടെ മേൽ എന്ത് പതിക്കുന്നത് വരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രതികാരം. ക്വസ്റ്റ്യൻ നമ്പർ 43. ഏത് പ്രഭുക്കന്മാരെയെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു? മേൽത്തട്ടിൽ ഏകദേശം 3000 സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 44. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന ആര് അവനെ കണ്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 10 കുഷ്ഠരോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഒലിവ് മലയ്ക്കരികെയുള്ള ബേത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നിർദ്ദേശിച്ചയച്ചു.
ക്വസ്റ്റ്യൻ നമ്പർ 46. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആരെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സാംസനെ. ക്വസ്റ്റ്യൻ നമ്പർ 47. ആരുടെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു, കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 48. സിപ്പോറിന്റെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബാലാക്. ക്വസ്റ്റ്യൻ നമ്പർ 49. അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന് വഴി ഡാഷ് പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സത്യമായി. ക്വസ്റ്റ്യൻ നമ്പർ 50. ആരുടെ മുമ്പാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിതന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 51. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ ഡാഷ്. ലൂക്ക 24 വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മൂടപ്പെട്ടിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 52. എങ്ങനെ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10,000ങ്ങളുടെ മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 53. പുരോഹിതൻ പറഞ്ഞു, ഡാഷ് പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമാധാനമായി. ക്വസ്റ്റ്യൻ നമ്പർ 54. പുരോഹിതൻ പറഞ്ഞു, സമാധാനമായി പോകുവിൻ, നിങ്ങളുടെ ഈ യാത്രയിൽ കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യും? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സംരക്ഷിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 55. അവർ ബഥേലിൽ വന്നു സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ എങ്ങനെ കരഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൈപ്പോടെ. ക്വസ്റ്റ്യൻ നമ്പർ 56. ന്യായാധിപനും വിധവയും ഫരിസേയനും ചുങ്കക്കാരനും എന്നീ ഉപമകൾ എന്തിനെ കുറിച്ചുള്ളതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രാർത്ഥന. ക്വസ്റ്റ്യൻ നമ്പർ 57. സാംസൺ തന്റെ അജയ്യ ശക്തിയുടെ രഹസ്യം എവിടെ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞ് ദലീലായെ എത്ര പ്രാവശ്യം അവഹേളിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, 3 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 58. ദൈവരാജ്യം ആരെ പോലുള്ളവരുടേതാണെന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 59. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ ഡാഷ് ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മാനിക്കുകയോ. ക്വസ്റ്റ്യൻ നമ്പർ 60. ആരുടെ അനുഗ്രഹങ്ങളെ പ്രതിയാണ് ജനങ്ങൾ ദാവീദിനെ സ്തുതിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 61. പത്രോസ് എന്തിനരികിയിരിക്കുന്നത് കണ്ടാണ് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞത്, ഇവനും അവനോട് കൂടെ ആയിരുന്നു എന്ന്? ശരിയായ ഉത്തരം
ഓപ്ഷൻ എ തീക്കരിയെ. ക്വസ്റ്റ്യൻ നമ്പർ 62. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 63. യൂദായിലെ ബേത്ലഹേമിൽ യൂദാ വംശജനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവിടെ വന്നു ഡാഷ് ഒരു ലേവ്യർ. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പാർത്ത. ക്വസ്റ്റ്യൻ നമ്പർ 64. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവൻ ആരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഒരു ഭൃത്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 65. കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ആരുടെ അഹങ്കാരമാണ് ദാവീദ് തകർത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ഗോലിയാത്തിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 66. കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ എങ്ങനെ വീണു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ അറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 67. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ ഡാഷ് പൂർണ്ണമാക്കുകയും ചെയ്യട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സമാധാന. ക്വസ്റ്റ്യൻ നമ്പർ 68. കർത്താവ് അഹരോനെ ആരിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മാനവകുലത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 69. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഡാഷ് നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 70. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ എവിടെ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഒരു പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 71. ആര് പാതിരാവരെ കിടന്നു, പിന്നെ എഴുന്നേറ്റ് പട്ടണപ്പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാരോട് കൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 72. കർത്താവ് ജനത്തിന് എന്താണ് അഹരോന് നൽകിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി പൗരോഹിത്യം. ക്വസ്റ്റ്യൻ നമ്പർ 73. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ സേറായിലും എസ്താവോയിലും നിന്ന് പുറപ്പെട്ട് യൂദായിലെ ഏത് സ്ഥലത്ത് പാളയമടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കിരിയാത്ത് യെയാറിമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 74. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ എന്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്നേഹത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 75. അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ ഡാഷ് സൂക്ഷിക്കുന്നതും നന്ന്. പ്രഭാഷകൻ 42-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 76. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ എന്തിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് യേശു ഉച്ചത്തിൽ നിലവിളിച്ചത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആത്മാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 77. ആരുടെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 78. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ ഡാഷ് വഴി നിർവഹിക്കപ്പെടുന്നു. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 79. അവൻ ഭൃത്യന്മാരിൽ എത്ര പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10. ക്വസ്റ്റ്യൻ നമ്പർ 80. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് ഡാഷ് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കരയുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 81. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും എന്ത് കാണിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സൂക്ഷ്മത. ക്വസ്റ്റ്യൻ നമ്പർ 82. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു. അവർ അവിടം വളഞ്ഞു. എപ്പോൾ മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാത്രി. ക്വസ്റ്റ്യൻ നമ്പർ 83. ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി. ഓരോരുത്തരും താൻ താങ്കളുടെ ഗോത്രത്തിലേക്കും ഡാഷിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി. ന്യായാധിപന്മാർ 21 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭവനത്തിലേക്കും. ക്വസ്റ്റ്യൻ നമ്പർ 84. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് ഡാഷ് കൊടുത്തു. ലൂക്ക 24 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വ്യാഖ്യാനിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 85. അവർ ബഥേലിൽ വന്നു. സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കരഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 86. എന്നാൽ ആദ്യമേ അവൻ വളരെ ഡാഷ് സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഷ്ടതകൾ. ക്വസ്റ്റ്യൻ നമ്പർ 87. അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിനെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഡാഷ് ആയിരുന്നു. ലൂക്ക 24 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രവാചകൻ. ക്വസ്റ്റ്യൻ നമ്പർ 88. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് എന്തിലേക്കാണ് പോകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നാശത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 89. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഡാഷ് ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ധനികർ. ക്വസ്റ്റ്യൻ നമ്പർ 90. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു.
എന്തില്ലാത്തവന് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവഭയം. ക്വസ്റ്റ്യൻ നമ്പർ 91. എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ ഡാഷ് നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സമൃദ്ധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. യുവതിയുടെ പിതാവ് പറഞ്ഞു, രാത്രി ഇവിടെ കഴിയുക, നിന്റെ ഹൃദയം ഡാഷ് ആകട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സന്തുഷ്ടമാകട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 93. അവിശ്വസ്തയായ ഭാര്യയെ ഡാഷ് നിർത്തുന്നതും നന്ന്. പ്രഭാഷകൻ 42-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിലയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 94. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ആരിൽ നിന്നാണ് ദാവീദ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഇസ്രായേൽ ജനത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 95. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ജോർദാന്റെ കടവുകൾ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിടിച്ചെടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 96. ശ്രീകോവിലിന് പുറത്തു വരുന്ന ശിമയോനെ ജനം പൊതിയുമ്പോൾ അവനെത്ര ഡാഷ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മഹത്വപൂർണനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 97. അത്യുന്നതന്റെ ഡാഷ് അവിടുത്തെ ഉടമ്പടി, അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 98. ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ചു. എന്തിന്റെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നീതിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 99. വസ്ത്രത്തിൽ നിന്ന് കീടകൾ എന്ന പോലെ ആരിൽ നിന്ന് ദുഷ്ടത വരുന്നു? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്ത്രീയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 100. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ എന്തിനേൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മരണവിധിക്ക്. നന്ദി. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.